So hi bro. Hello. Bro, പേര് എങ്ങനെയായിരുന്നു? എൻ്റെ പേര് ആരൺ എന്നാണ്. ആരൺ. ഓക്കെ, വെൽക്കം ടു യുവർ ചാനൽ. പോയാലോ, ട്രൈ പോയാലോ? പോകാം. ഹൈ ക്രോസ് സ്ട്രോങ് ഹൈബ്രിഡ് ഇത് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എങ്ങനെയാണ്? നമുക്ക് ഹൈ ക്രോസ് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 34 ലക്ഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ. നമുക്ക് ആക്ച്വലി ഹൈ ക്രോസ് ഹൈബ്രിഡ് മാത്രമല്ല പെട്രോൾ വേരിയന്റും വരുന്നുണ്ട്. ഓക്കെ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 25 lakhs മുതലാണ്. അതെങ്ങനെയാണ്? GX ആണ് വരുന്നത്? GX ആണ് വരുന്നത്. ഓക്കെ. നമുക്ക് ടോട്ടൽ വേരിയൻസിന്റെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ 6 വേരിയൻസ് വരുന്നുണ്ട്. ഓക്കെ. GX ഓപ്ഷണൽ. ഓക്കെ. VX ഓപ്ഷണൽ. ഓക്കെ. പിന്നെ ZX ഓപ്ഷണൽ. ഓക്കെ. VX മുതലാണ് ഹൈബ്രിഡ് വരുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ ഓടിക്കുന്ന VX അല്ലേ ഓടിക്കുന്നത്? ഇത് VX ഓപ്ഷനാണ് ഓടിക്കുന്നത്. ഓക്കെ. ഇതിന് കറന്റ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് എങ്ങനെ വരും? ഇത് കറന്റ് ഓൺ റോഡ് പ്രൈസ് 36.5 lakhs ആണ് എല്ലാം കഴിഞ്ഞ് വരുന്നത്. എല്ലാം കഴിഞ്ഞ് ഓൺ റോഡ് പ്രൈസ്. അതുപോലെ ഇത് എത്ര കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഹൈ ക്രോസിന്? വൈറ്റ് മാത്രമല്ല, നമുക്ക് ആക്ച്വലി 2 വൈറ്റിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഒന്ന് സൂപ്പർ വൈറ്റ് വരുന്നുണ്ട്, ഒന്ന് പേൾ വൈറ്റ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഉള്ള വേറെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ബ്ലാക്കിഷ് അഗേഹ എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ബ്രോൺസ് സിൽവർ. ഓക്കെ. ഇത്രയാണ് നമ്മുടെ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട്. ഈ കളർ വേരിയൻസ് അനുസരിച്ച് വില വ്യത്യാസമുണ്ടോ? ഉണ്ട്. നമുക്ക് പേൾ വൈറ്റിന് മാത്രം ഇച്ചിരി റേറ്റ് വ്യത്യാസമുണ്ട്. എക്സ്ഷോറൂം പ്രൈസിലാണ് ഒരു വ്യത്യാസം വരുന്നത്. അത് കാരണം ടോട്ടൽ നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ ഒരു ന്യായമായ ഒരു വ്യത്യാസം ഉണ്ടാവും. റൈറ്റ് വായിക്കാം. അതുപോലെ ഈ VX ZXലോട്ട് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് മെയിനായിട്ട് വരുന്നത്? പറഞ്ഞുതരാം. ZXലോട്ട് പോകാൻ നേരം നമുക്ക് പുറമേ നോക്കുവാണെങ്കിൽ നമുക്ക് മെയിൻ വ്യത്യാസം എന്ന് പറയാനായിട്ട് അലോയ് വീൽസ് നമുക്ക് 18 ഇഞ്ച് അലോയ് വരും. പിന്നെ നമുക്ക് LED ഹെഡ്ലാമ്പ്സിൽ ഒരു വ്യത്യാസം വരും. ട്രൈ ഐ LED ഹെഡ്ലാമ്പ്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ വേറെ ഡിസൈനിലുള്ള ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ഒരു DRLസും കൂടെ അഡീഷണൽ വരുന്നതാണ്. ഫ്രണ്ടിൽ DRL വരുന്നുണ്ട്. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇന്റീരിയറിലോട്ട് പോകാൻ നേരമാണ്. അതായത് ഫുൾ ലെതർ സീറ്റ്സ് ആയിട്ട് വരും. വെന്റിലേഷനും കാണും ഫ്രണ്ടിൽ രണ്ടുപേർക്കും. ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. അത് 8-way ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. കൂടാണ്ട് നമുക്ക് സെക്കൻഡ് റോ സീറ്റ്സിലും നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ റിക്ലൈനർ വരും. പിന്നെ ഒരു ലെഗ് സപ്പോർട്ടും ഉണ്ടാവും. ഇത് രണ്ടും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ. നമ്മുടെ ഈ കുറച്ചുകൂടെ പോകാൻ പറ്റുന്നില്ല. അത് തന്നെ ലെഗ് റെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അതുപോലെ നമുക്ക് ബാറ്ററി എത്ര കിലോ വാട്ടിനാണ് ബാറ്ററി വരുന്നത്? നമുക്ക് ബാറ്ററി 137 കിലോവാട്ടാണ് വരുന്നത്. ബാറ്ററി വരുന്നത് അല്ലേ? പെട്രോൾ എഞ്ചിൻ അല്ല അത് വരുന്നത്. അപ്പൊ പെട്രോൾ എഞ്ചിൻ എത്ര ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരും? പെട്രോൾ എഞ്ചിൻ 2 ലിറ്റർ തന്നെയാണ് വരുന്നത്. ഈ സെയിം ഹൈബ്രിഡ് വരുന്ന സെയിം പെട്രോൾ എഞ്ചിൻ തന്നെയാണ് അതിനകത്തും വരുന്നത്. ഇതിനകത്ത് അഡീഷണൽ ഒരു ബാറ്ററി ഉണ്ടാകുന്നേ ഉള്ളൂ. അതായത് 137 കിലോവാട്ട് പവറുള്ള ബാറ്ററി ഇതിനകത്ത് അഡീഷണൽ വരുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓൾമോസ്റ്റ് നമുക്ക് മൈലേജും അതനുസരിച്ച് വ്യത്യാസമുണ്ട്. നല്ല മൈലേജ് കിട്ടും. മൈലേജ് വ്യത്യാസം, ടോർക്ക് സിസ്റ്റം ഉണ്ടാവും. പെർഫോമൻസിൽ തന്നെ നല്ലൊരു വ്യത്യാസം. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഗിയർ ബോക്സ് ഇപ്പോൾ ഇതിന്റെ വരുന്നത്. ഇത് നമുക്ക് ഈ രണ്ടിനും 2 ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് ECVT ഗിയർ ബോക്സ് ആണ്. 6 സ്പീഡ്. അതെ. മറ്റേത് വരുന്നത് നമുക്ക് 9 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ്. പെട്രോളിൽ വരാൻ നേരം ഹൈബ്രിഡ് അല്ലാത്തതിന്. ഇതിന് ശരിക്കും എയർ അപ്രൂവ്ഡ് മൈലേജ് എത്രയാണ് പറയുന്നത്? നമുക്ക് കമ്പനി സർട്ടിഫൈഡ് എയർ അപ്രൂവ്ഡ് മൈലേജ് നമുക്ക് 24 അടുത്താണ് പറയുന്നത്. 24 അടുത്ത് ഓൾമോസ്റ്റ് 20 അറൗണ്ട് എല്ലാവരും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ. നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 17 ഒക്കെയാണ് ഏറ്റവും റാഷ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു മൈലേജ്. അത്രയും യൂസബിൾ ആയിട്ടുള്ള സ്പേസ് ഒരു വണ്ടിയെ സംബന്ധിച്ച് അതൊരു കുറഞ്ഞ മൈലേജ് ഒന്നും അല്ല. അതെ. ഇത്രയും വലിയൊരു വണ്ടിയും കൂടെ ആയതുകൊണ്ട്. അതെ. പിന്നെ പറയുന്നത് ടൊയോട്ടയുടെ ലൈനപ്പിൽ ഫസ്റ്റ് മോണോക്കോക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ട് ടു ബ്രോയ്ക്ക് എന്താണ് മെയിനായിട്ട് കോർ ആയിട്ടുള്ള വ്യത്യാസം വന്നേക്കുന്നത്? എന്തിലാണ് അക്കൗണ്ട് ടു ഡ്രൈവിംഗ് ആസ്പെക്ട് എന്തൊക്കെയാണ് വ്യത്യാസം വന്നേക്കുന്നത്? മെയിനായിട്ട് വ്യത്യാസം വരുന്നതെന്ന് പറയാനായിട്ട് ക്യാബിനിൽ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട്. അതായത് യൂസബിൾ സ്പേസ് നല്ല രീതിയിൽ കൂടുതലാണ്. ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലാണെങ്കിലും അതുപോലെ തന്നെയാണ്. ട്രാവൽ ചെയ്യാൻ നേരം നല്ല കംഫർട്ടബിൾ ആണ്. ബോഡി ഓൺ ചാസിയുടെ കാലിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ കുറച്ചുകൂടെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനായിരിക്കും. പിന്നെ ഓടിക്കാനായിട്ടാണെങ്കിലും അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. പാസഞ്ചർ കംഫർട്ട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്.
ആ ബോഡി റോൾ പണ്ടത്തെ ലാറ്ററൽ ഫ്രെയിം അല്ലാത്തതുകൊണ്ട് അതെ ബോഡി റോളിങ്ങും കാര്യങ്ങളും തീരെ കുറവാണ് ഇപ്പം. ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും ഇത്ര വലിയൊരു വണ്ടിക്ക്. ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട വേറെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, പിന്നെ ഇപ്പം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്, ഡ്യുവൽ സോൺ AC ഉണ്ടോ? ഡ്യുവൽ സോൺ ആണോ AC വരുന്നത്? നമുക്ക് ഫ്രണ്ടിൽ ഒരു സോണും ബാക്കിൽ ഇതായിട്ട് തന്നെയാണ് വരുന്നത്. ആക്ച്വലി ടെമ്പറേച്ചർ ഒന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് AC കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ള ഓപ്ഷൻ. സെപ്പറേറ്റ് ടെമ്പറേച്ചർ മാറ്റാൻ പറ്റും. ടെമ്പറേച്ചർ സെപ്പറേറ്റ് മാറ്റാൻ പറ്റും. ഓക്കെ. ഇവിടെ ആണെങ്കിലും നമുക്ക് റിയറിൽ വേണേ കൺട്രോൾ ചെയ്യാം. അതിന്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് വരുന്നത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് ഹൈക്രോസ്. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെയാണ് ബുക്കിംഗ് എമൗണ്ട് എത്ര വരുന്നുണ്ട്, എത്ര നാളെ വെയിറ്റിംഗ് പീരീഡ് എങ്ങനെയാണ് ഇതിനൊക്കെ വരുന്നത് എന്നുള്ളത് പറയാമോ? നമുക്ക് മിനിമം ബുക്കിംഗ് എമൗണ്ട് വരുന്നത് 50,000 റുപ്പീസ് ആണ്. 50,000. അതെ. ഓക്കെ. പിന്നെ നമ്മുടെ പെട്രോൾ വേരിയന്റ് GXും GX ഓപ്ഷണൽ വേരിയൻസിന് നമുക്ക് ഇപ്പം നിലവിൽ നമ്മുടെ മാനുഫാക്ചറർ പറഞ്ഞേക്കുന്നത് 6 to 18 months ആണ് വെയിറ്റിംഗ് പീരീഡ്. 6 to 18 months. അതെ. ഈ ഒരു ടൈം പീരീഡിൽ ബുക്ക് ചെയ്ത് നമുക്ക് കിട്ടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതേസമയം ഹൈബ്രിഡ് ആണെങ്കിൽ ഒരു 0 to 8 monthsനുള്ളിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് ഓൾറെഡി പ്രൊഡക്ഷൻ ലൈനിൽ ഉള്ളതുകൊണ്ടാണോ? അതെ, നമുക്ക് ഇത് ഓരോ ടൈമിലും നമുക്ക് വേരി ചെയ്തോണ്ടിരിക്കും. അതാണ് ഇപ്പം ഒരു 1.5 വർഷം മുന്നേ വരെ ഇത് നേരെ തിരിച്ചായിരുന്നു. ഹൈബ്രിഡിനായിരുന്നു കൂടുതൽ വെയിറ്റിംഗ്, പെട്രോൾ വണ്ടിക്ക് പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഇത് മാനുഫാക്ചറിന്റെ നമ്മുടെ പ്രൊഡക്ഷൻ പോലെ ഇത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പിന്നെ ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഹൈബ്രിഡിലോട്ടും ഇലക്ട്രിക്കിലോട്ടും പോകുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. അതെ. ഇപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെയാണ് ബാറ്ററിയുടെ കേസിൽ വാറന്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ ഹൈബ്രിഡ് ബാറ്ററിയുടെ വാറന്റി എന്ന് പറയാനായിട്ട് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. അതാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് എക്സ്റ്റൻഷൻ വരുന്നില്ല, അത്ര തന്നെയാണ് വരുന്നത്. മാത്രമല്ല 2013 മുതൽ നമ്മുടെ ടൊയോട്ട ഇന്ത്യയിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് ഇറക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു മോഡൽ ഇമ്പോർട്ട് വണ്ടി ഒരെണ്ണം ഉണ്ടായിരുന്നു, പ്രൈസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അതെ, ഇന്നേ വരെ നമുക്ക് എന്റെ ഒരു അറിവില് ഇന്നേ വരെ നമുക്ക് ഈ ഹൈബ്രിഡ് ബാറ്ററീസ് റീപ്ലേസ് ചെയ്തൊരു ഹിസ്റ്ററി ഇതുവരെ വന്നിട്ടില്ല. ഈ 8 വർഷം എന്നുള്ള കാലാവധി കഴിഞ്ഞാലും ഒരു റീപ്ലേസ്മെന്റിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. ബ്രോയുടെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഒരു പ്യൂർ റിവ്യൂക്കാളും ഹൈബ്രിഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ? എങ്ങനെയാണ് അതിന്റെ ബ്രോയുടെ അഭിപ്രായം? ആ ഒരു ഡിബേറ്റിനകത്ത് ബ്രോയുടെ ഒരു പോയിന്റ് എന്തായിരിക്കും? എന്റെ ഒരു പോയിന്റ് എന്ന് പറയാനായിട്ട് കൂടുതൽ റിലയബിൾ ആണ്. ഇപ്പം EV എന്ന് പറയുന്നത് മാർക്കറ്റിൽ മേ ബി ഒരു 4 വർഷം, 4 അല്ലെങ്കിൽ ഒരു മാക്സിമം 5 വർഷത്തിനുള്ളിൽ വന്ന ഒരു മോഡൽസ് ആണ് EV വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. ഈ ഒരു ബൂം ഉണ്ടായത്. അതെ. ഈ നമ്മൾ വളരെ കുറച്ചുള്ള ഹ്യുണ്ടായി കോണ അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നു പണ്ട് മുതലേ, കോണയുടെ ഒക്കെ പോലെ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് 2013 മുതൽ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി 25 വർഷമായിട്ട് ടൊയോട്ട എന്നുള്ള ബ്രാൻഡിൽ നമ്മുടെ പുറത്ത് ഹൈബ്രിഡ് സിസ്റ്റംസ് പൊക്കോണ്ടിരുന്നതാണ്, അത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇന്നേ വരെ ഇത്രയും വർഷങ്ങളായിട്ട് റിലയബിൾ ആയിട്ട് ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ലാണ്ട് ടൊയോട്ട ഹൈബ്രിഡ് സിസ്റ്റം ഇറക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഈ EV എന്ന് പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റ് ആയ കാരണം അതിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്യൂച്ചർ യൂസിലെ ലോങ് റണ്ണിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് നമ്മൾ മാത്രമല്ല, ഉണ്ടാക്കുന്ന കമ്പനീസ് ആണെങ്കിലും അവരും സ്റ്റഡി എടുത്ത് വരുന്നേ ഉള്ളൂ. കാരണം എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അറിയാൻ പറ്റും, പ്രോസ് ആൻഡ് കോൺസ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ അല്ലെങ്കിലും ഈ EV എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രീ പ്ലാൻഡ് ആയിരിക്കണം ട്രിപ്സ് എല്ലാം. ഇത് നമ്മുടെ ഓൺ ദ ഗോയിൽ ചാർജ് ആയിക്കോളും, നമുക്ക് മൈലേജ് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതെ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 1000 കിലോമീറ്റർ ലോങ് ഒക്കെ പോകാൻ നേരത്ത് നമുക്കൊരു 1 അവറോളം നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും മിനിമം. അന്നേരം അത്രയും ടൈം തന്നെ പോകും. അതേസമയത്ത് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം വരുന്ന നേരം പെട്രോൾ അടിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. 2 മിനിറ്റ്സിന്റെ കേസേ ഉള്ളൂ. സർവീസ് കോസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാ? നമുക്ക് ഒരു നോർമൽ മെയിൻ്റെനൻസും സർവീസിനും ഒക്കെ ഒരു 4,000 റുപ്പീസ് 4,500 റേഞ്ചിൽ നിൽക്കത്തുള്ളൂ. ഇൻട്രോൽ എങ്ങനെ വരുന്നത് അതിന്റെ സർവീസ്? ഇൻട്രോൽ എത്ര മാസം കൂടുമ്പോഴല്ല ഇയേഴ്സ് കൂടുമ്പോൾ? പറഞ്ഞുതരാം. നമുക്ക് വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്ററിൽ അല്ലെങ്കിൽ 1 മാസം. ഈ ഒരു ടൈം പീരീഡിൽ ആയിരിക്കും ഫസ്റ്റ് സർവീസ് വരുന്നത്. സെക്കൻഡ് സർവീസ് 5,000 അല്ലെങ്കിൽ 6 മാസം. തേർഡ് സർവീസ് തൊട്ടാണ് നമ്മുടെ മെയിൻ പീരിയോഡിക് സർവീസ് വരുന്നത്. അത് 10,000 കിലോമീറ്ററിലാണ് വരുന്നത്. ഓരോ 10,000 വീതം പിന്നെ പൊക്കോണ്ടിരിക്കും.
അല്ലെങ്കിൽ ഓരോ വർഷം. അത് നോർമൽ പണ്ടത്തെ ടൊയോറ്റ വെഹിക്കിൾസ് പോലൊക്കെ തന്നെ. അത് തന്നെ 5000 ചെക്കപ്പ് ഉണ്ടോ പണ്ടത്തെ വണ്ടികൾ? 5000 ചെക്കപ്പ് ഉണ്ടല്ലോ. സെക്കൻഡ് സർവീസ് നമുക്ക് 5000 വരുന്നത്. അതായത് വണ്ടി ഇറക്കി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് 5000. സേഫ്റ്റിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ സേഫ്റ്റി? എത്ര ക്രാഷ് ടെസ്റ്റ്, എത്ര റേറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എയർ ബാഗ് എത്ര വരുന്നുണ്ട്? പറഞ്ഞുതരാം. നമുക്ക് സേഫ്റ്റിയുടെ ഫീച്ചേഴ്സിന്റെ കാര്യം പറയാനായിട്ട് നമുക്ക് 6 എയർ ബാഗ് വണ്ടിക്ക് എല്ലാ വേരിയൻസിനും വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ABS, EBD, ഈ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോള്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡിസെന്റ് കൺട്രോള്, ബേസിക് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ വണ്ടിക്ക് ഉള്ളതാണ് എല്ലാ വേരിയൻസിലും. ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എത്ര സെക്കൻഡ് നേരത്തിനാണ്? 3 സെക്കൻഡ് ഹോൾഡ് ആണ് ഉള്ളത്. അത് നല്ല കയറ്റത്തിലൊക്കെ വന്നാലും നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. ഈ 2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് നോർമൽ ഒരു കയറ്റത്തിലൊന്നും അത് ബാക്കിലോട്ട് വിട്ട് പോകത്തില്ല. നിന്നോളും. 360 ക്യാം ഉണ്ട്. അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇത്ര വലിയ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. അതെ. വിത്ത് നമുക്ക് ഫുൾ സെൻസേഴ്സും വരുന്ന കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് 360 ക്യാമറ ഓൺ ആയിക്കോളും. ഈ ഒരു മൾട്ടിമീഡിയ വൈസും അല്ലെങ്കിൽ ഈ മീറ്റർ വൈസും ഫുൾ ഓപ്ഷനായിട്ട് ഈ VX വേറെ വ്യത്യാസങ്ങളൊന്നുമില്ലോ? ലെതർ സീറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള സീറ്റ്സ്, വെന്റിലേറ്റർ സീറ്റ്സ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും പറയാനായിട്ടില്ല. പിന്നെ ഇതേ സൈസ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കും, പക്ഷെ JBLന്റെ സ്പീക്കർ സിസ്റ്റംസും കാര്യങ്ങളും വരും. അതെ, സ്റ്റോക്ക് വരുന്നത്. എത്ര സ്പീക്കേഴ്സ് വരുന്നതിന്? നമുക്ക് ഇതിന് വരുന്നത് ടോട്ടല് 6 സ്പീക്കേഴ്സ് ആണേ. 6 സ്പീക്കേഴ്സ്. ട്യൂട്ടേഴ്സ് ഉണ്ടോ? ട്യൂറ്റേഴ്സും ഉണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആണ്. നമുക്ക് ഈ വേരിയന്റിൽ അതെല്ലാം വയർലെസ് ആണ്. GX-ലോട്ട് പോകാൻ നേരം നമുക്കത് വയർലെസ് അല്ല വരുന്നത്, വയർഡ് ആയിട്ടാണ് വരുന്നത്. GX നമുക്ക് ഓപ്ഷനായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാമല്ലേ? എങ്ങനെ? നമ്മുടെ GX ഓപ്ഷൻ എന്നുള്ള സെഗ്മെന്റ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷനായിട്ട് ഈ ഒരു മൾട്ടിമീഡിയ സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഹെഡ് അപ്പ് യൂണിറ്റ് വയ്ക്കാൻ പറ്റും. നമുക്ക് GX ഓപ്ഷനിനകത്ത് 7 സീറ്റർ വേരിയന്റിൽ ഈ ഡിസ്പ്ലേ ആണ് വരുന്നത്. 10 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതെ, കമ്പനി സ്റ്റോക്ക് ആയിട്ട് തന്നെ വരുന്നത് മോഡൽ തന്നെയാണ്. ഡാഷ് ക്യാംസ് ഇൻബിൽറ്റ് ആണോ അതോ? ഡാഷ് ക്യാംസ് നമുക്ക് അഡീഷണൽ വെച്ചേക്കുന്നതാണ്. ഫ്രണ്ടും ബാക്കും ഫുൾ ടൈം ലൈവ് റെക്കോർഡിംഗ് ആയിരിക്കും. ഇപ്പൊ ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ്സ് ആണോ വരുന്നത് അതോ നോർമൽ ടൈപ്പ് ഹെഡ്ലാമ്പ് ആണോ? ഓട്ടോ ഹെഡ്ലാംപ്സ് തന്നെയാണ് വരുന്നത്. ഓട്ടോ വൈപ്പേഴ്സ്, റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് ആണോ അതോ? റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് നമുക്ക് വരുന്നില്ല. നോർമൽ വൈപ്പേഴ്സ് തന്നെ വരുന്നത്. ഇതിപ്പോ ബാറ്ററി ആണ് റൺ ആവുന്നത് അല്ലേ? അത് ആനിമേഷൻ ആണ്. ഇതിപ്പോ ബാറ്ററിയിലാണല്ലോ റൺ ആവുന്നത്. ഇതിപ്പോ തിരിച്ച് ചാർജ് ആയിക്കൊണ്ടിരിക്കും. അതെ. റീജിയൻ ബേസിൽ റൺ ആവുന്നുണ്ട്. ഇതിപ്പോ ബാറ്ററി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അതെ. ഇത് എല്ലാം തന്നെ സിസ്റ്റം തന്നെ ചെയ്തോണ്ടിരുന്നുള്ളൂ. ഇപ്പം ഒന്ന് ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നു പെട്രോളിൽ നിന്ന്. അതെ നമ്മുടെ പെട്രോൾ എഞ്ചിൻ. ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ EV മോഡ് എന്താണ്? EV മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി EVയിൽ മാത്രമായിട്ട് തന്നെ പോകും. എത്ര കിലോമീറ്റർ സ്പീഡ് വരെ ആയിരിക്കും? നമുക്ക് അതിന് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് 50 km/h സ്പീഡിന് വരെ നമുക്ക് ലിമിറ്റ് ഉള്ളൂ. അത് മാത്രമല്ല നമുക്ക് അധികം കാല് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആയി പോകും. എഞ്ചിനിലോട്ട് ആയതായി പോകും. നോർമൽ രീതിയിൽ കാല് കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ അതിൽ തന്നെ പൊക്കോളും. EV മോഡിൽ തന്നെ പൊക്കോളും. ഡ്രൈവ് മോഡ്സ് എത്ര വരുന്നുണ്ട്? ഡ്രൈവ് മോഡ്സ് നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഈക്കോ, നോർമൽ, പിന്നെ പവർ മോഡ്. നമ്മൾ പോയിക്കൊണ്ടിരുന്നത് നോർമൽ മോഡാണോ അതോ ഇക്കോ മോഡാണോ? റെഡി എന്നാണ്. ഇത് ബ്ലൂ ഷെയ്ഡിലല്ലേ വരുന്നത്. ഇത് നോർമൽ മോഡാണ്. ഇക്കോ ആകുമ്പോൾ ഗ്രീൻ ആയിരിക്കും. അതെ, ഇക്കോ ഗ്രീൻ ആയിരിക്കും. പവർ വരുമ്പോൾ റെഡ് കളർ തീമിലായിരിക്കും വരുന്നത്. മാറ്റി നിൽക്കും. ഇപ്പം പവർ മോഡിലോട്ട് കയറുമ്പോൾ നല്ലൊരു ഒരു കൺട്രോൾ അല്ല, കുറെ കൂടെ ഓപ്പൺ ആയ. അതെ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഡ്രൈവ് ചെയ്യാൻ നേരം. വലിയ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാമല്ലോ. നമുക്ക് പവറിലിട്ട് യൂസ് ചെയ്യാൻ നേരം
കൂടുതലും ബാറ്ററി അല്ല എഞ്ചിനിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ബാറ്ററിയിൽ നിന്ന് ഒരു അസിസ്റ്റ് ആയിരിക്കും. അതെ 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 അതെ. അതേസമയത്ത് നമ്മളിപ്പോൾ ഇക്കോയിലിട്ട് പോവുകയാണെങ്കിൽ കൂടുതലും ബാറ്ററിക്കായിരിക്കും പ്രഷർ പോകുന്നത്. ബ്രേക്സ് എങ്ങനെയാണ്? ഫ്രണ്ട് 2 ഡിസ്ക്, ബാക്ക് ഡ്രം ആണോ അതോ 4 ഡിസ്ക് ആണോ? 4 ഡിസ്കാണ് വരുന്നത്. വെന്റിലേറ്റഡ് ഡിസ്കാണ് വരുന്നത്. ഓക്കെ. ബ്രോഡ് അഭിപ്രായത്തിൽ വൈ ഷുഡ് ബി കൺസിഡർ ദിസ് കാർ ഓർ അതർ കാർസിനെ വെച്ച ബ്രോഡ് അഭിപ്രായം എന്തായിരിക്കും ഈ ഒരു ബഡ്ജറ്റ് വരുന്ന മറ്റു കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഓക്കെ, ഇപ്പം ഈ ഒരു ബഡ്ജറ്റ് വരുന്ന മറ്റു കാറുകളായിട്ട് കമ്പയർ ചെയ്യാൻ നേരം കുറേ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഹൈബ്രിഡ് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിക്ക് മറ്റുള്ള വെഹിക്കിൾസിനെക്കാളും നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ മിനിമം 17 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ റോഡ്സിൽ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഈ പ്രൈസ് റേഞ്ചിലുള്ള വേറെ ഏത് വണ്ടി നമ്മളെടുത്ത് നോക്കിയാലും അതിനുള്ള സർവീസ് കോസ്റ്റ്, മെയിൻ്റെനൻസ്, വണ്ടി കൊണ്ടുവന്ന് നടക്കുന്നതിൻ്റെ ചാർജസും കാര്യങ്ങളും എല്ലാം ഇതിനേക്കാളും 2-3 ഇരട്ടി കൂടുതലാണ്. ടൊയോട്ട പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് കോസ്റ്റ് ആയിരിക്കത്തില്ല വേറൊരു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അത്ര പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ സർവീസും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇത്ര മൈലേജും കാര്യങ്ങളും ഓഫർ ചെയ്യുന്ന വേറെ വണ്ടിയില്ല. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ EV-ലോട്ട് നോക്കുവാണെങ്കിൽ മൈലേജും ഫ്യൂൽ എഫിഷ്യൻസിയുടെ ഒരു കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ ലാഭകരമായിട്ട് വരും. പക്ഷെ എന്നാലും നമ്മുടെ അത്ര റിലയബിൾ അല്ല. നമ്മുടെ ബ്രാൻഡ് എന്ന് പറയാൻ തന്നെ നമുക്ക് QDR എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മുടെ ഒരു മോട്ടോ പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ ടൊയോട്ട എന്നുള്ളൊരു ബ്രാൻഡ് പറയുന്നത്. അതായത് ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി, ഈ 3 ആണ് ടൊയോട്ട പ്രൊവൈഡ് ചെയ്യുന്നത്. ടൊയോട്ട അങ്ങനെ അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വെൽ നോൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതെ 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 അതെ. ഇങ്ങനെ തിരിച്ചു പോകണം എങ്ങനെയാ നമുക്കിനിപ്പോ? നമുക്ക് നോക്കി സ്ഥലം നോക്കിയിട്ട് ഇപ്പൊ ഇവിടെ ചെറിയ ജംഗ്ഷൻ പോലെ ആയതുകൊണ്ട് തിരക്കായിരിക്കും. സ്ഥലം നോക്കിയിട്ട് തിരിച്ചു. ഓക്കെ, താങ്ക്സ് ബ്രോ. ഇത്ര നേരം വണ്ടി ഫീച്ചർ തന്നതിനും ബ്രോയുടെ ടൈമിനും താങ്ക് യു. ഓക്കെ, അപ്പോൾ